ഗായ്സ് ജെസിമോള് മറ്റേ ഇൻഗുലാം സിന്ദാബാദ് ഇൻഗുലാം സിന്ദാബാദ് ഇൻഗുലാം സിന്ദാബാദ് കളിക്കാൻ വന്നു. ഗായ്സ് കൈ കാണിച്ചു തരാം. വള എന്തായാലും പൊട്ടിക്കണേ, ഞാൻ എടുക്കട്ടെ. ഇന്നലെ പുലർച്ചയ്ക്ക് 2 മണിക്ക് തലവേദന വന്നു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആയതാ. ഗൈസ് ഞങ്ങൾ 2 ആളുണ്ട്. പറയൂ. നന്നായിട്ട് കളർ മാറി നോക്ക്. ചേരിഞ്ഞ് കിടന്നോളൂ കേട്ടോ. ഞാൻ കുറേ കുത്തിയാണ്. വെയിൻ കിട്ടാൻ ഭയങ്കര പണിയാണല്ലേ? വെയിൻ കിട്ടാൻ പണിയാണ്. ഓർത്തോ എന്തിനു കാണിക്കാം? വലിയ സംബന്ധമായിട്ടത് ഓർത്തോ എന്തിനു കാണിക്കാം? അത് സെല്ലുലൈറ്റിസ് ആണോ എന്ന് സീനിയർ ഡോക്ടറെ ഒന്ന് കാണിക്കാം. കുത്തിൻ്റെയാണോ അലർജി ആണോ നോക്കാൻ. അലർജിയാണ് ഇപ്പോൾ കുറഞ്ഞുണ്ടോ? ചൊറിയ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം കാണിക്കാൻ പറ്റുമോ? ഇപ്പം കാണിക്കാൻ പറ്റും. കുറേ ഒരു 10 മിനിറ്റ്. ഗൈസ് ഇന്ന് രാവിലെ വന്നു. അല്ലല്ല അല്ല ഈ ഒരു ഇതൊക്കെ വെയിന് പുറത്തായപ്പോ പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ വെച്ച് അത് ഫസ്റ്റ് ഔട്ട് ആയപ്പോൾ പറഞ്ഞിട്ട് അത് ബൾജാവും. ആ സമയത്ത് വെക്കാണ്ടിരുന്ന അങ്ങനെ ആവൂലായിരുന്നു. നിങ്ങളെ ഈ ഷോപ്പ് ഇവിടെ തന്നെ പുലർച്ചെ 2 മണിക്ക്. അത് നീരാ, അത് വലിയ കഴിക്കുന്നതിനിപ്പോ അത് നല്ല വീക്കല്ലേ. ഈ കൈയിന്റെ ഇതുണ്ടോ ഫുള്ള് പിടിക്കുന്നുണ്ട്. ഇതുണ്ടോ? ഇത് ഇത്ര എത്തുന്നുണ്ടോ? ഇത്ര വാക്കിയ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം നല്ലോണം കഴിഞ്ഞു. ഈ വള ചിലപ്പോൾ ഇപ്പം കട്ട് ചെയ്യും. ഫിനർഗാൻ അടിച്ചിട്ട് റിയാക്ഷൻ ആയതാണ്. വെയിൻ ഔട്ടായി പോയി. കൈയെല്ലാം കൂടി വീങ്ങി. രാവിലെ തൊട്ട് കുറച്ച് വീക്കുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് വീക്കം കൂടി കളറ് മാറി തുടങ്ങി. അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ച ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് അതിന് മറുമരുന്നായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ. പക്ഷേ നീര് മാറുന്നില്ല. അത് പൊക്കിയിട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അത് ഊരിപ്പോവും പിടിച്ചില്ലെങ്കിൽ. കമ്പി പിടിക്കുന്നുണ്ട്. അതിൽ ബസ് കയറിയിട്ട് ട്രെയിനിൽ കയറിയിട്ടൊക്കെ കമ്പി പിടിക്കൂലേ, അതേപോലെ പിടിച്ചതാണ്. ഇപ്പോൾ വള പ്രശ്നമാണ്. ടൈറ്റ് ആകുന്നതിനനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ കുറയും. അതുകൊണ്ട് വള ചിലപ്പോൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത മക്കളെ പിന്നെ എനിക്ക് വലിയൊരു നഷ്ടം തന്നെ അവിടെ സംഭവിക്കും. ഞാൻ വീക്കം വരുന്നതിന് മുമ്പ് വള ഉരിക്കാളാൻ നോക്കിയിട്ടുണ്ടായി. പകുതിയിൽ വെച്ച് നിന്ന് പോയി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ കട്ടാക്കിക്കാൻ താഴോട്ടന്നെ ഇങ്ങോട്ടേച്ച്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണേ. ഇപ്പം ഒന്നെങ്കിൽ തട്ടാമാരെടുത്ത് പോകണം, അല്ലെ ഫയർഫോഴ്സിൽ പോകണം. പക്ഷേ ഏകദേശം 1.5 പവൻ്റെ 3 വളി, 1.25-ൻ്റെ 2 വളയാണുള്ളത്. അപ്പം ഇത്
അതിപ്പം വെട്ടിയിട്ടിപ്പം നമ്മൾ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പം മേക്കിംഗ് ചാർജ് വിചാരിക്കും എൻ്റെ പൊന്നോ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടില്ലായിരുന്നു, വെട്ടാതിരിക്കട്ടെ, വെട്ടാണ്ട് മാക്സിമം ഞാൻ നോക്കും. പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ നേരത്തെ പറയുന്നത് കട്ട് ചെയ്യേണ്ടി വരും. പേടിയൊന്നും കട്ട് ചെയ്താൽ ഇനി അതേപോലെ വിളിക്കാൻ പറ്റിയ ഞാൻ നോക്കും. മലബാറിലെങ്ങാൻ കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനി കൊണ്ടുപോയിട്ട് റെഡിയാക്കി ഒലി തരുമെന്ന് വിചാരിക്കുക. ഭയങ്കര നഷ്ടം. കൈ ഉണ്ടല്ലോ, കൈ നല്ല വീക്കാണ്, നന്നായിട്ട് നീരെടുത്ത് അതേപോലെ റെഡ് കളറായി കിടക്കും. കൈ പൊന്തിച്ച് വെക്കാൻ പറഞ്ഞത്. ഇപ്പോഴാണ് ഏതെങ്കിലും പാർട്ടിയുടെ ജാതിക്ക് പോകേണ്ടത്. മേക്കിംഗ് ചാർജ് വിചാരിച്ചിട്ട് പൊട്ടിച്ചാൽ പോവല്ലോ എന്ന് കരുതിയിട്ട് 4 ഗൈസ്. ഇനി ഒറ്റൊന്നും കൂടിയുള്ളൂ, ഒരൊറ്റ ടാസ്കും കൂടിയുള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായി, ഞാനെ വിളിച്ച് ചോദിച്ച് ഇത് പൊട്ടിച്ചാൽ വിളക്കിക്കാൻ പറ്റുമോ എന്നപ്പോൾ പറഞ്ഞു 3 വിളിക്കാൻ പറ്റും. ആട് ഒന്നും പറ്റൂല എന്ന് തന്നെ. കവറിട്ടിട്ട് വരിക, ഒറ്റൊന്നും കൂടിയുള്ളൂ. അതും കൂടി അന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓയിൽമെൻറ്റ് ഇതേക്ക് എനിക്ക് ചൊറിച്ചിൽ മാറാൻ ഒരു ഓയിൽമെൻറ്റ് തോന്നില്ല. ഓയിൽമെൻറ്റ് പകുതി മുക്കാലും ഞങ്ങൾ തേച്ച് കഴിഞ്ഞു. ഇത്രയും കുടുങ്ങിപ്പോയിക്ക് വെള്ളം. കൈൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? നല്ല അവസ്ഥയില്ല. ഇത് 5 വള. ഞാൻ വിചാരിച്ചത് പൊട്ടിക്കേണ്ടി വരും. പൊട്ടിക്കണേ ഫയർഫോഴ്സ് പോകണം കേട്ടോ, അല്ലെ തട്ടാമാർ. ഇപ്പം തട്ടാമാരെവിടെയും കിട്ടൂലോ. അപ്പം ഇത് 5 കിട്ടി ഗൈസ്. കൈ കണ്ടോ? മുമ്പൊരിക്കൽ ഞാൻ മുറിച്ചിട്ടില്ലായിരുന്നു, സൂയിസൈഡ് അറ്റംപ്റ്റ്. അതൊക്കെ ഇങ്ങനെ പൊളന്നു പോകുന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പോയി ചോദിച്ചു ആ സ്റ്റിച്ചിട്ടെടുത്ത് പൊട്ടിപ്പോകുമെന്ന്. ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആകുമെന്ന് അറിയില്ലതാ, ഇത്രയും വീക്കുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ വീക്കം കൂടുക വെച്ചാൽ വള എന്തായാലും പൊട്ടിക്കണം, കാരണം ബ്ലഡ് സർക്കുലേഷൻ പോകുന്നു. അങ്ങനെ എന്നിട്ട് ഇനി മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞു. 6 മണിക്ക് 6:30 അങ്ങാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10 മണിയാവാറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറുന്നില്ല. ഈ വീഡിയോ റിയാസ് കാണുന്നില്ല, ചിലപ്പോൾ ചോറുന്നില്ല. ഞാൻ രാവിലെ തൊട്ടതായിട്ട് ഭയങ്കര ഒരു ചടപ്പായിരുന്നു. അതിപ്പോൾ കേടായിരിക്കും.
ഒരു കോമഡി ചോദിക്കുന്നില്ലേ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് എനിക്ക് ഹോസ്പിറ്റലുകാർക്ക് നല്ല കെയർ അല്ലേ, അവർ നോക്കിയിട്ടില്ല. ഇനി ഞാൻ ഹെൽത്ത് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നല്ല റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, നല്ല കെയറിങ്. അവർക്ക് മനസ്സിലായി അവരുടെ ഭാഗത്ത് വന്ന ഫാൾട്ടാണ് എന്നുള്ളത്. കാരണം വെയിന് കൊടുങ്ങാതിരുന്നതാണ്. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, എന്തോ ഒരു ഹാരിസോ, എന്താ ബസ്റ്റിൻ ഹാരിസോ, അടിപൊളി ഡോക്ടർ, നല്ല ഡോക്ടർ. ഇത് സർജനാട്ടോ. ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് ഓൻ കയറി കിടക്കുക. ശരിക്കും ഞാനല്ലേ പേഷ്യൻ്റ്. ഇതിന് മുമ്പേയും ബൾജായിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ഇത് സീരിയസ് ആയിട്ടില്ല. കാരണം ഫുള്ള് കളറ് മാറി, എന്താ കണ്ടില്ലേ, ഫുള്ള് കളറ് മാറിയിട്ട് നമ്മുടെ ഷെല്ലുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ചൂടൂര് പോലെയൊക്കെ ഒന്നായിട്ടുണ്ടായി. ഭയങ്കര കുറച്ചൊന്നും ഡേഞ്ചറായിട്ട് കൈ എന്താ പറയുക, പൊള്ളുന്ന ചൂട്. അപ്പോൾ അവർ പറഞ്ഞത് റിയാക്ഷൻ കൂടിയിട്ടാണ് പൊള്ളുന്ന ചൂട് വന്നപ്പം ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്, വീക്കൊക്കെ മാറിയിട്ടുണ്ട്. നല്ല കെയറിങ്, നല്ല ഡോക്ടർ കേട്ടോ. ഡോക്ടറെ പെരുമാറ്റം അത്രമേൽ നല്ല ഡോക്ടർ സർജനല്ലേ, സർജനാണ്. അപ്പം തന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്തും വിളിച്ചു നോക്കി, പക്ഷെ എവിടെ ഇല്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു. ഫുഡൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ ഫുഡൊക്കെ പാർസൽ മേടിച്ചു. പിള്ളേരവിടെ കാത്ത് നിൽക്കുകയാണ്. സമയം 11 മണിയങ്ങാണ്ടായി. 10:15. ഓനിപ്പോഴും 6 മണിയിലായിട്ട് നിൽക്കുക. അവൻ്റെ വിചാര സമയം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അങ്ങനെ ആൻറ്റിബയോട്ടിക് തന്നിക്ക് 5 ദിവസത്തേക്ക്. പിന്നെ എന്തെങ്കിലും ഇവൻ പ്രശ്നം വന്നാൽ പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്കാൻ ചെയ്യാൻ ആ ഡോക്ടർ ഒരൊറ്റ പെരുമാറ്റമാണ്. നമ്മൾ വേറെ ഒന്നിലേക്കും പോകാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ മെഡിസിന് ഡേറ്റ് കഴിഞ്ഞതൊന്നല്ല എന്ന് അവർ പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് റെഗുലറായിട്ട് എടുക്കുന്ന ഒരു മരുന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും അല്ല, ഒരിക്കലാന്ന് തോന്നുന്നു എനിക്കിങ്ങനെ വെയിൻ്റെ പുറത്തായിരുന്നപ്പം ഞാൻ മുമ്പ് കാണിച്ച ഡോക്ടറുണ്ട്, മുസ്തഫ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞത് വെയിന് പുറത്ത് പോയാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നലെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറയുന്നത്. ആദ്യം വേറൊരു മരുന്ന്, ഒരു ഗ്യാസിൻ്റെത് അടിച്ച് പിന്നെ ഇതടിച്ചത്. അപ്പോൾ ആദ്യത്തെ മരുന്ന് കുഴപ്പമില്ല, ഞാൻ കയറുമ്പോൾ എനിക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് പൊതുവേ മരുന്ന് അടിക്കുന്ന സമയത്തൊരു വേദന ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര ഒരു വേദനയായിരുന്നു. അത് കുറച്ച് സ്ലീപ്പിംഗ് കണ്ടൻ്റ് ഉള്ളൊരു മരുന്നാണ്. ഈ അനസ്തേഷ്യ പോലുള്ള ഒരു സംഭവം, അങ്ങനത്തെ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു മരുന്നാണ്. അപ്പം ഞാനത് അടിച്ച് വീട്ടിലെത്തി ഉറങ്ങിയും പോയി. എഴുന്നേറ്റത് 11 മണിക്കാണ്. അപ്പം കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾക്ക് അധികമായിട്ട് വരും. അപ്പോൾ ഈ സർജൻ ഡോക്ടറും പറഞ്ഞു അത് വെയിന് പുറത്ത് പോയതാണ്, അതാണ് ഇത്രയും പ്രശ്നമായത്. പക്ഷേ സിസ്റ്റർ എന്നോട് പറഞ്ഞു വളയിട്ടിട്ടാണ്. നല്ല സിസ്റ്റർ, കാരണം സിസ്റ്ററുടെ ജോലിനെ അത് പ്രശ്നമാവുമല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ചൂടൊക്കെ മാറി കിട്ടും. ഭയങ്കര ചൂട്, നമ്മൾ പനിച്ചൊക്കെ പൊള്ളിയാലൊക്കെ ഉണ്ടാകുന്നൊരു ചൂടില്ലേ, അത് ഈ ഒരു കൈക്ക് മാത്രം കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പം അങ്ങനെയാണ്